നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BJPയെ വെല്ലുവിളിച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ഞങ്ങൾ വെട്ടിയാലും മുറിവേൽക്കും. കോൺഗ്രസ് പാർട്ടിയിൽ അതിനു പറ്റിയ ആൺകുട്ടികളുണ്ടെന്നും K. സുധാകരൻ. വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയുടെ കൊലവിളി രാഷ്ട്രീയം ആരോപിച്ച പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രതിരോധ സദസ്സ്. ഒലവക്കോട് 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഒഡീഷ ആദേ നിഖർഗ് സ്വദേശി അനിൽ പ്രധാനെ പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ. 962 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി പുതിയ ഗേറ്റ് സ്വദേശി തൃത്താല പോലീസിന്റെ പിടിയിൽ. പുലിപ്പല്ല് കേസിൽ വേടനെ തൃശൂരിൽ കൊണ്ടുവന്ന് തെളിവെടുത്തു. തെളിവ് ശേഖരിച്ചത് വേടന് പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ വിയ്യൂരിലെ ജ്വല്ലറിയിൽ നിന്ന്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്ന് ആരോപണം. പരാതിയുമായി വാടാനപ്പള്ളി സ്വദേശി DGPയെ സമീപിച്ചു. വാർത്തകൾ വിശദമായി. BJPയെ വെല്ലുവിളിച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. ഞങ്ങൾ വെട്ടിയാലും മുറിവേൽക്കുമെന്നും അതിനു പറ്റിയ ആൺകുട്ടികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്നും K. സുധാകരൻ പറഞ്ഞു. BJPയുടെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി പാലക്കാട് DCC സംഘടിപ്പിച്ച പ്രതിരോധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും എന്നാൽ മൗനം ദൗർബല്യമാണെന്ന് കരുതേണ്ടെന്നും K. സുധാകരൻ പറഞ്ഞു. BJP അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് മൗനം പാലിക്കുന്നത് ബലഹീനതയായി കാണേണ്ട. MLAക്ക് നേരെ ഇനിയൊരു അക്രമമുണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. കോൺഗ്രസുകാർ വെട്ടിയാലും മുറിവേൽക്കും. ഇത്തരം നടപടികൾ ആവർത്തിച്ചാൽ പലിശ സഹിതം തിരിച്ചു തരുമെന്നും ഉശിരുള്ള ആൺകുട്ടികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്നും K. സുധാകരൻ പറഞ്ഞു. അതിനെ തൊട്ട് കളിക്കുമ്പോൾ BJPക്കാർ ഇത്തിരി സൂക്ഷ്മത പാലിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ അഭ്യാസങ്ങളും ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും ഒക്കെ നിങ്ങൾക്ക് മാത്രമൊന്നുള്ളതല്ല. ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും, ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വെട്ടേക്കും. അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. BJPക്കാർ രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വെറും തോന്നൽ മാത്രമാണ്. ഇവിടുത്തെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിത്വം. നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ അഭ്യാസങ്ങളും കാണിച്ചില്ലേ? രോമം തൊഴാൻ സാധിച്ചോ നിങ്ങൾക്ക്? രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. കാശ്മീരിൽ 26 പേർ രക്തസാക്ഷികളായപ്പോൾ BJP സർക്കാർ എവിടെ പോയെന്നും K. സുധാകരൻ ചോദിച്ചു. രാജ്യസ്നേഹം പറയുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേതാക്കളും എവിടെയായിരുന്നു? രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തവർ കോൺഗ്രസിനെ പേടിപ്പിക്കാൻ വരണ്ട. ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുകയല്ലാതെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തെന്നും K. സുധാകരൻ ചോദിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, KPCC വക്താവ് സന്ദീപ് വാര്യർ, KPCC ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മുത്തലിബ്, KA തുളസി, C. ചന്ദ്രൻ, മുൻ MP VS വിജയരാഘവൻ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ മന്ത്രി VC കബീർ, മുൻ MLA KA ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊലവിളി രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലേക്ക് വന്ന BJP യുവനേതാവ് PS സായി പ്രസാദിനെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ PA ആയിരുന്ന സായി പ്രസാദ് ABVPയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയുടെ കൊലവിളി രാഷ്ട്രീയം ആരോപിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് കോട്ടമൈതാനത്ത് സംഘടിപ്പിച്ച പ്രതിരോധ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു VD സതീശൻ. ഭരണമല്ല പ്രധാനമെന്നും വർഗീയ ശക്തികളുടെ പിടിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും VD സതീശൻ പറഞ്ഞു. BJP കൊലവിളി രാഷ്ട്രീയം അവസാനിപ്പിക്കണം. പാലക്കാട്ട് ആരംഭിക്കാൻ പോകുന്ന നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് ചോദ്യം ചെയ്തതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നേരെ കൊലവിളി പ്രസംഗം നടത്തിയത്. പാലക്കാട്ടെ വോട്ടർമാർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ജനകീയനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സമര പോരാട്ടങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ. പ്രതിസന്ധികൾ അതിജീവിച്ചു മുന്നേറിയ രാഹുലിനെയാണ് കൊലക്കേസ് പ്രതിയായ BJP ജില്ലാ അധ്യക്ഷൻ ഭയപ്പെടുത്തുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നവരല്ല കോൺഗ്രസ് പ്രവർത്തകരെന്നും
സതീശൻ കൂട്ടിച്ചേർത്തു. ഒരു കൊലക്കേസിൽ പ്രതിയായ രാഷ്ട്രീയ കൊലപാതകമൊന്നുമല്ല, കൊട്ടേഷൻ ആളായി പോയിട്ട് ഒരു കൊലക്കേസിൽ ഒരുത്തരെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഒരുത്തനെ ജില്ലാ പ്രസിഡന്റാക്കി BJP വെച്ചിട്ട് അവനെ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ക്രിമിനലിനെ കൊണ്ട് ഒരു ക്രിമിനലിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റാക്കി വെച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുക. സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. രാഹുൽ മാങ്കുളത്തിനെ മാത്രമല്ല, സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയെന്ന്. BJPയിൽ നിന്ന് വിട്ടുവന്ന സന്ദീപ് വാര്യരെ ഉൾപ്പെടെ ഭയപ്പെടുത്താനും BJP നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൗൺസിൽ യോഗത്തിനിടെ CPM കൗൺസിലർ സലീന ബീവിയെ BJP കൗൺസിലർമാർ മർദ്ദിച്ചതായി ആരോപിച്ച് പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ CPM പ്രതിഷേധം. തിണ്ണമുടക്ക് കാട്ടാനുള്ള BJP നീക്കം അനുവദിക്കില്ലെന്ന് യോഗത്തിൽ CPM നേതാക്കൾ വ്യക്തമാക്കി. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS പ്രചാരകൻ ഹെഡ്ഗവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. ഇതിനിടയിലാണ് സലീന ബീവിക്ക് മർദ്ദനമേറ്റത്. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേരിടാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും അംഗബലം കൊണ്ട് തിണ്ണമെടുക്ക് കാണിച്ചാൽ അനുവദിക്കില്ലെന്നുമാണ് CPM നിലപാട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്, ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് CP പ്രമോദ്, കൗൺസിലർ ബഷീർ, ചിഞ്ചു ജോസ്, A കുമാരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി സ്വദേശി പോലീസിന്റെ പിടിയിൽ. പട്ടാമ്പി പുതിയ ഗേറ്റ് സ്വദേശി ഷമീറിനെയാണ് 962 ഗ്രാം കഞ്ചാവുമായി തൃത്താല പോലീസ് പിടികൂടിയത്. തലക്കശ്ശേരിയിൽ നിന്ന് രാത്രി 8:30 ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി സ്വദേശി ഷമീറിനെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. ഷൊർണൂർ DYSP മനോജ് കുമാർ, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ തൃത്താല ഇൻസ്പെക്ടർ മനോജ് ഗോപി, സബ് ഇൻസ്പെക്ടർ M സുഭാഷ്, K ഹംസ എന്നിവരുടെ നേതൃത്വത്തിൽ തൃത്താല പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 962 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒലവക്കട 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. ഒഡീഷ അദേനിഗാർഹിലെ 27 വയസ്സുള്ള അനിൽ പ്രധാനാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ഒലവക്കോട്ട് പിടിയിലായത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതി അനിൽ പ്രധാനെ പോലീസ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് പ്രതി കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP രാജേഷ് കുമാർ IPS, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഹേമാംബിക നഗർ പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് കഞ്ചാവും പ്രതിയെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേടനെ പുലിപ്പല്ലിൽ വെള്ളി കെട്ടി ലോക്കറ്റാക്കി നൽകിയ തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തു. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് ശേഷം വേടനെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ബുധനാഴ്ച രാവിലെയാണ് വിയ്യൂർ പവർ ഹൗസ് ജംഗ്ഷനിലെ സരസ ജ്വല്ലറി വർക്സിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തത്. പുലിപ്പല്ലാണെന്നറിയാതെയാണ് താൻ വെള്ളിയിൽ കെട്ടി നൽകിയതെന്നും വേടനെ തനിക്ക് മുൻപരിചയമില്ലെന്നും ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മറ്റൊരാൾ വഴിയാണ് പുലിപ്പല്ല് ഇവിടെ എത്തിച്ചതെന്നും ജ്വല്ലറി ഉടമ അന്വേഷണ സംഘത്തെ അറിയിച്ചു. പുലിപ്പല്ല് വാങ്ങാൻ വന്നത് വേടനായിരുന്നു. 1000 രൂപയിൽ താഴെ കൂലിയായി വേടൻ നൽകി. ശംഖും മറ്റും കെട്ടിക്കൊടുക്കുന്ന ജോലിയാണ് തനിക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞായിരിക്കാം എത്തിയതെന്നും ജ്വല്ലറി ഉടമ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ലോക്കറ്റ് വാങ്ങി മടങ്ങിയ വേടനെ തിരിച്ചറിഞ്ഞത് മകനാണ്. മകൻ പറഞ്ഞപ്പോഴാണ് റാപ്പർ വേടനാണെന്ന് മനസ്സിലായത്. എന്നുവെച്ചാൽ ആരുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടത്തിലൊരു പയ്യനുണ്ടായിരുന്നു. അവൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു ലോക്കറ്റ് പണിയാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പൈസ പണിത് ചെറിയ വെള്ളിയിൽ ഒരു 2 ഗ്രാമിന്റെ 3 ഗ്രാമിന്റെ പണിയാണ്. 1000 രൂപയുടെ താഴെയുള്ള ഒരു വർക്കാണ്, ചെറിയൊരു വർക്ക്. വെള്ളിയിലാണ് ചെയ്തത്. അതൊന്നും അറിയില്ലായിരുന്നു. അതൊന്നും ലോക്കറ്റ് അതില് ഹുക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു.
ഇതിപ്പോൾ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലൊക്കെ വരുന്നുണ്ടല്ലോ. നമ്മളെന്താണെന്ന് അറിയില്ലായിരുന്നു. വേടനാണ് ഈ വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് മൗനാണ് കണ്ടപ്പോൾ പറഞ്ഞത് റാപ്പറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് ശേഷം വേടനെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ലു കെട്ടിയ മാലയുണ്ടെന്ന് പരാതി. വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് DGPക്ക് പരാതി നൽകിയത്. സുരേഷ് ഗോപി കണ്ണൂരിലും തൃശ്ശൂരിലും ഷർട്ട് ധരിക്കാതെ പങ്കെടുത്ത പരിപാടികളിലെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. മെയ് 20 ദേശീയ പണിമുടക്കും കുളപ്പുള്ളിയിൽ നടക്കുന്ന മെയ് ദിന റാലിയും വിജയിപ്പിക്കാൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ കൺവെൻഷൻ തീരുമാനിച്ചു. CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വർക്കർ എംപ്ലോയി രണ്ടിലെയും ഡെഫിനിഷൻ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? വർക്കർ എന്നും എംപ്ലോയി എന്നും ആവശ്യാനുസരണം ഇതിൽ എടുത്തുപയോഗിക്കുകയാണ്. വർക്കർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി, ജീവനക്കാരൻ, അവർക്ക് വെക്കുന്ന കരാർ തൊഴിലാളി എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ. കരാർ തൊഴിലാളികൾക്ക് തത്തുല്യമായ വേതനം കൊടുക്കണമെന്ന് ഈ പണിമുടക്കിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഡിവിഷൻ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ഭാസ്കരൻ, K ഗംഗാധരൻ, P സിന്ധു, KR വിജയൻ, സീനത്ത്, TP ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ മണ്ണൂർ കിഴക്കമ്പുറം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചു. SYS ജില്ലാ സെക്രട്ടറി യൂസഫ് പത്തിരിപ്പാല ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബം അവർക്ക് ഉണ്ടാവുമല്ലോ, ഉമ്മ വാപ്പ ഉണ്ടാവുമല്ലോ, അതുമാതിരി തന്നെ അവർക്ക് പിന്നെ മക്കളുണ്ടാവുമല്ലോ, അവർക്ക് കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാത്തിനും ബാധിക്കുന്നതുകൊണ്ട് ആ കാര്യത്തിൽ ഗൗരവമായി നമ്മൾ ഒരു ചിന്ത ഉണ്ടാവണം. അതിന് മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നത് റേറ്റ് തലത്തിൽ ആദ്യം എല്ലാ പള്ളി കമ്മിറ്റി അംഗങ്ങൾ, ഇപ്പോൾ ഇവിടെ 17-20 അംഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, ഞങ്ങളവിടെ 20 ആളുണ്ടെങ്കിൽ അങ്ങനെ, നമ്മുടെ ഈ 15 മാലിന്യ ആളുകളെ മുഴുവൻ വിളിച്ചുകൊണ്ട് ലഹരിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും വഖഫ് വിഷയത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്ക് സംബന്ധിച്ച് വലിയൊരു യോഗം നമ്മൾ വിളിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ മഹല്ലുകളിലേക്ക് അത് പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ലഹരിക്കെതിരെ പള്ളികളിലും മദ്രസകളിലും ബോധവൽക്കരണം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. PA കബീർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PA കബീർ മുസ്ലിയാർ, വർക്കിംഗ് പ്രസിഡന്റ് VP ഇബ്രാഹിം, വൈസ് പ്രസിഡന്റുമാർ KSM ഷരീഫ്, ഹമീദ് പടിപ്പുരക്കാട്ടിൽ, ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം മാസ്റ്റർ, വർക്കിംഗ് സെക്രട്ടറി PM മുഹമ്മദ് റഫീഖ്, ജോയിന്റ് സെക്രട്ടറിമാർ ഇസ്മായിൽ CM, മൊയ്തീൻകുട്ടി KP, ട്രഷറർ സുലൈമാൻ ഒന്നാമയിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. KM അബ്ദുൽ ഹക്കീം മാസ്റ്റർ സ്വാഗതവും VP ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗൗരി ക്രിയേഷൻസിന്റെ ദേശീയ സാംസ്കാരികോത്സവം മെയ് 1 മുതൽ 5 വരെ പാലക്കാട് രാപ്പാടിയിൽ നടക്കും. ഇന്ന് നർത്തകരും സംഗീതജ്ഞരും വേദിയിലെത്തുമെന്ന് ഗൗരി ക്രിയേഷൻസ് പ്രസിഡന്റ് ദിനേശ് കൊടുവായൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഭരതനാട്യം, വയലിൻ ഫ്യൂഷൻ, മ്യൂസിക് ഷോ, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറും. വൈക്കം വിജയലക്ഷ്മി, ഹൃദ്യ ഹരിദാസ്, നികിത, കലാമണ്ഡലം, ജാൻസി സാനു, വേദമിത്ര, അർപ്പിത, മഞ്ജു V നായർ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. സാംസ്കാരികോത്സവം മെയ് 1 VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ദിനേശ് കൊടുവായൂർ അറിയിച്ചു. രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഭരതനാട്യം പ്രൊഡക്ഷനാണ്, ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് നടത്തുന്നത്. അങ്ങനെ 1-ാം ദിവസത്തെ പരിപാടി അതോടുകൂടി പൂർണ്ണമാണ്. 2-ാം ദിവസം മഞ്ജു V നായർ എന്ന ഭരതനാട്യം നടത്തുകയാണ് 2-ാം ദിവസത്തെ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത്. 2-ാമത്തെ പരിപാടി ഹൈദരാബാദിൽ നിന്നുള്ള ഒഡീസി ഡാൻസ് ഗ്രൂപ്പ് അർപ്പിത സംഘം അവതരിപ്പിക്കുന്ന ഒഡീസി ഡാൻസാണ് 2-ാം ദിവസം 2-ാമത്തെ പരിപാടിയായിട്ട് വരുന്നത്. 3-ാം ദിവസം അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ, വയലിൻ ഫ്യൂഷനാണ്. അവതരിപ്പിക്കുന്ന KS ചിത്രയുടെ വയലിനിസ്റ്റ് കൂടിയായ വേദമിത്രയും സംഘം അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷനാണ് 3-ാം ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിയേഷൻസ് അംഗം P പ്രവീൺ കുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാടിൻ്റെ സംസ്കൃതിയും പൈതൃകവും പുറം ലോകത്തെത്തിയുള്ള പരിശ്രമത്തിലാണ് ആനിക്കോട് സാന്ദീപിനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന് പ്രഭാഷക സുധീശാം. ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ സുഹൃത സമൃദ്ധി പുരസ്കാരം സമർപ്പണം മെയ് 3 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അല്ലേക്കർ നിർവഹിക്കുമെന്ന് സുധീശാം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മറ്റ് ജില്ലകളുടെ പ്രത്യേകതകൾ പരിഗണിച്ച് വിശേഷണങ്ങൾ നൽകിയതുപോലെ പാലക്കാടിന്റെ സംസ്കാരവും പൈതൃകവും പരിഗണിച്ച് പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കണം.
വൈദ്യം, വിദ്യാഭ്യാസം, ജ്യോത്സ്യം, ശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ അവഗണിക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങൾ പാലക്കാടിന് സ്വന്തമാണ്. ഇത്തരം വ്യക്തിത്വങ്ങളെ കണ്ടെത്താനും രേഖപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ 2017 മുതൽ സന്ദീപനി സാധനാലയ ട്രസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന ഉള്ളടക്കത്തിലാണ് പാലക്കാടിന്റെ വിജ്ഞാനകോശം തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികൾക്ക് പുരസ്കാരം നൽകുന്നത്. ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ വിഗ്രഹം ഗവർണർ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രുതി ശ്യാം പറഞ്ഞു. അപ്പോൾ ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ കണ്ടെത്തി അവരൊരു പേര് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ പാലക്കാടിന്റെ പൈതൃകത്തെ ഒന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന് പൈതൃക ജില്ല എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് 2017 മുതൽ പാലക്കാടിന്റെ ഒരു എൻസൈക്ലോപീഡിയ, ഒരു ആധ്യാത്മിക ചരിത്ര എൻസൈക്ലോപീഡിയ തയ്യാറാക്കുന്നതിന്റെ പാതയിലാണ് നമ്മൾ. അതിന്റെ ഭാഗമായിട്ട് 2019 മുതൽ വിവിധ പാലക്കാടിന്റെ മഹാരഥന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആദരവും പുരസ്കാരവും നൽകി വരുന്നുണ്ട്. പ്രത്യേകിച്ചും 2024 മുതൽ സുഹൃത സ്മൃതി എന്നുള്ള പേരില് പാലക്കാടിന്റെ മണ്ണിനെ തൊട്ടറിഞ്ഞ മൺമറഞ്ഞ മഹാരഥന്മാരുടെ പേരില് അതാത് മേഖലകളിൽ ഇപ്പൊ ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് 11 ഫീൽഡിൽ പുരസ്കാരം നൽകുന്നത്. തന്ത്രി ശ്യാം ചൈതന്യ, മാതൃസമിതി അംഗങ്ങളായ ലതിക രാജേഷ്, മഞ്ജരി ദിവാകരൻ, ഹരീഷ് മഠത്തിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJPയെ വെല്ലുവിളിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഞങ്ങൾ വെട്ടിയാലും മുറിവേൽക്കും. കോൺഗ്രസ് പാർട്ടിയിൽ അതിനു പറ്റിയ ആൺകുട്ടികളുണ്ടെന്നും കെ സുധാകരൻ. വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയുടെ കൊലവിളി രാഷ്ട്രീയം ആരോപിച്ച പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രതിരോധ സദസ്സ്. ഒലവക്കോട് 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഒഡീഷ ആദെ നിഖർഗ് സ്വദേശി അനിൽ പ്രധാനെ പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ. 962 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി പുതിയ ഗേറ്റ് സ്വദേശി തൃത്താല പോലീസിന്റെ പിടിയിൽ. പുലിപ്പല്ല് കേസിൽ വേടനെ തൃശൂരിൽ കൊണ്ടുവന്ന് തെളിവെടുത്തു. തെളിവ് ശേഖരിച്ചത് വേടന് പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ വിയ്യൂരിലെ ജ്വല്ലറിയിൽ നിന്ന്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്ന് ആരോപണം. പരാതിയുമായി വാടാനപ്പള്ളി സ്വദേശി DGPയെ സമീപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.